Hello guys, welcome back to my channel and it's Mazin Plays. അങ്ങനെ ഇന്ന് നമ്മൾ ഒരു സാധാരണ വീഡിയോ പോലെയല്ല, നമ്മൾ സ്പേസിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്പേസ് ഫ്ലൈറ്റ് സിമുലേറ്റർ കയറ്റിയിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് മുമ്പ് കളിച്ചിരിക്കണേ. എന്നാലും ഇതിൻ്റെ ഫേവറേറ്റ് ഗെയിം ആയിരിക്കും, കാരണം എനിക്ക് എൻ്റെ ഡ്രീം ഒരു ആസ്ട്രോനോട്ട് സയൻറ്റിസ്റ്റ് ഇങ്ങനത്തൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്പേസ് ഫ്ലൈറ്റ് സിമുലേറ്റർ എന്ന് കയറ്റിയത്. അപ്പോൾ നമുക്കിത് കളിക്കാം. അപ്പോൾ ഗായ്സ്, എനിക്ക് ഇതിൽ 2 വേൾഡ് ഉണ്ട്, മൈ വേൾഡ് ആൻഡ് മൈ വേൾഡ് 1. അപ്പോൾ ഇതിൽ ഞാൻ സാധാരണ കളിക്കാൻ മൈ വേൾഡ് 1 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ വേൾഡ് ചെയ്യാം അല്ലേ, റീനെയിം ചെയ്യും, അല്ലെങ്കിൽ അല്ലാതെ മതി. ഓക്കെ, പ്ലേ ബിൽഡ് ന്യൂ റോക്കറ്റ്. അങ്ങനെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചൊവ്വയിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടുപോവുകയാണ്. യുവർ റോക്കറ്റ് ഹാസ് നോട്ട് ഹാവ് സോ ഫോർ മേക്കിംഗ് ടു ഹെവി ടു ലോഞ്ച്, മാസ് 0 ട്രസ്റ്റ് ക്യാൻസൽ. ഓക്കെ, നമുക്ക് ഇനി ആദ്യം ബിൽഡാക്കാം. നമ്മൾ മാർസിലേക്ക് പോവുകയാണ്. മാർസ് ഏതറിയില്ലെങ്കിൽ അതാണ് ചൊവ്വ. അപ്പോൾ ചൊവ്വയിലേക്ക് ഉണ്ടാക്കാൻ കുറേ നല്ല പവർഫുള്ളായിട്ട് റോക്കറ്റൊക്കെ വേണം. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെയാണല്ലോ ഉണ്ടാക്കാറ്റുള്ളൂ. ഞാനിങ്ങനെ ചരിച്ച് പിടിക്കുക, അപ്പോൾ എനിക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ആയിരിക്കും കാണില്ലേ. ഓക്കെ, അങ്ങനെ ഇങ്ങനത്തെ ഒരു 4-5 എണ്ണം വെക്കാം. ഇനി കുറച്ച് നീളം കൂടും. ആൻഡ് നമുക്ക് സ്റ്റേജിങ് വേണം, ഒരു മറ്റേ എൻജിനും വേണം, ദാറ്റ് ബിഗ് എൻജിൻ. ഓക്കെ, സ്റ്റേജിങ് and aerodynamic nose cone ആണ് ശരിക്കും പറയല്. ആൻഡ് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇത് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ആൻഡ് ഇനിയും നമുക്ക് ഇത് വേണം, ഈ സെപ്പറേറ്റർ. ആൻഡ് നമുക്ക് ഒരു എയറോഡൈനാമിക് നോസ് കോൺ കൂടി വേണം. മുകളിലേക്ക് പോയതിന് ശേഷം ഒന്നും കൂടി എങ്ങനെ വെക്കാം. ഓക്കെ, ഇനിയും എയറോഡൈനാമിക്സ് വെക്കാം. ആൻഡ് ഇതിങ്ങനെ നിൽക്കേണ്ടേ, ഇത് ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ആദ്യം ഒരു ബൂസ്റ്ററും പിന്നെ ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് വെക്കാം. ആൻഡ് വി നീഡ് എ സെപ്പറേറ്റർ. സ്റ്റേജിങ് ആണ് ശരിക്കും പറയാല്ലേ. ഓക്കെ, സ്റ്റേജിങ്. ഇനിയും 2 സ്റ്റേജ് കൂടി വേണം തോന്നുന്നത് നമുക്ക് മാർസിലേക്ക് എത്താൻ. ഒന്ന് നമ്മളുടെ ഭൂമിയിൽ നിന്നും ഒരു ഓർബിറ്റിലേക്ക് എത്തിക്കുന്നത്, പിന്നെ വേറെ ഒന്ന് നമ്മൾക്ക് ചൊവ്വയിലേക്ക് കൊണ്ടാക്കുന്നത്, മൂന്നാമത്തത് നമ്മളെ ചൊവ്വയിൽ ഇറക്കിക്കാണ്ട് തിരിച്ച് കൊണ്ടുവരാനുള്ളത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. സെക്കൻഡ് സ്റ്റേജ് ഇതുകൊണ്ടായിരിക്കും ഉണ്ടാക്കുക. ഓക്കെ, എനിക്ക് എൻജിൻ വേണം. സെക്കൻഡ് സ്റ്റേജിൻ്റെ എൻജിൻ അത്രയ്ക്ക് സ്ട്രോങ് ഒന്നും വേണ്ട. അതുകൊണ്ട് ഇത് ലാൻഡിങ് എൻജിനാണ്. കൊലിബ്രി എൻജിൻ, എ ടൈനി എൻജിൻ യൂസ് ഫോർ ലാൻഡേഴ്സ്. ഹൈ എഫിഷ്യൻസി യൂസ് ഇൻ സ്പേസ് വെൻ ഹൈ ട്രസ്റ്റ് isn't a priority. Yes, only is in the first stage of a rocket. Okay, നമുക്ക് ഇത് ഇങ്ങോട്ടാക്കിയല്ല, അതിനേക്കാളും ഈസി ഇങ്ങനെ ആക്കിയാണ്ടതാ ഇങ്ങോട്ട് വെക്കലാണ്. ഓക്കെ, അങ്ങനെ ഞാൻ കുറച്ചൊക്കെ ഡിസൈൻ ചെയ്ത് വരാം ഗൈസ്. അപ്പോൾ ഗൈസ്, അങ്ങനെ ഒരു 5 മിനിറ്റ് ആയിട്ട് ഡിസൈനിങ്ങും ബിൽഡിങ്ങും എനിക്ക്
ഈ ഒരു കൺട്രാപ്ഷന് കിട്ടി. ഇപ്പം ഞാൻ ഇങ്ങനെ ഇത് ചൊവ്വയിലേക്ക് എത്തലെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ ചൊവ്വയിൽ റീ എൻട്രി ചെയ്യുമ്പോൾ ഈ ഹീറ്റ് ഷീൽഡ് നമ്മുടെ അല്ല, ഒരു പ്രശ്നമുണ്ട്. ലാൻഡിംഗ് ലെഗ്സ് നോ നോ അല്ല, 2 ഹീറ്റ് ഷീൽഡ് ഇങ്ങനെ വെക്കാൻ പറ്റൂലേ? ഒരു മിനിറ്റ്, നമുക്കൊന്ന് ഈ എൻജിൻ ഒന്ന് വേണ്ടേ. എനിക്ക് ഹീറ്റ് ഷീൽഡ് ആവശ്യം. ഓക്കെ, ഇത് തൽക്കാലം മതി. നമുക്ക് ഇതൊന്ന് ഇവിടെ ഇങ്ങോട്ട് മൂവ് ആക്കാം. എനിക്ക് പാരഷൂട്ടാണ്. ഓക്കെ, ഇങ്ങോട്ട് വെച്ചതിൻ്റെ ശേഷം രസമൊന്നുമില്ല. അത് നല്ല നീണ്ട റോക്കറ്റാണ്. എന്നാലും നമുക്ക് ലോഞ്ച് ചെയ്ത് നോക്കാം. ലോഞ്ച് വെർട്ടിക്കലി. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ്. And we're ready to launch in 5, 4, 3, 2, 1. അങ്ങനെ ചൊവ്വയിലേക്കുള്ള റോക്കറ്റ് സ്റ്റാർഷിപ്പിൻ്റെ പേരുണ്ടോ എന്ന് ചെറുപ്പത്തെ സ്റ്റാർഷിപ്പ് അല്ലെങ്കിലും സ്റ്റാർഷിപ്പിൻ്റെ നല്ല പേരാണ്. അങ്ങനെ സ്റ്റാർഷിപ്പ് ഈസ് ഗോ ഫോർ ലോഞ്ച്. ഓക്കെ, height is 1000 meters high, 1 kilometer, and my velocity is 130 meters per second. Okay, we reach an altitude of 2 kilometers and our velocity is 180 meters per second. Slowly turning. നമ്മൾ കമാൻഡറി ടോൾക്ക് ചെയ്യുകയാണ്. We reach 5 kilometer altitude and our current velocity is 300 meters per second. 27 degrees, 28 degrees tilted. And our current height is 12 kilometers and velocity is 600 meters per second. We reached okay, aerobatic fuel, the side boosters jettison. Okay guys, ഇപ്പോൾ നമ്മൾ കാർമൻ ലൈൻ എത്താനായി. അത് കാർമൻ ലൈനാണ് ഔട്ടർ സ്പേസിൻ്റെ അടുത്ത്. അതുകൊണ്ട് നമുക്ക് സ്പീഡ് കുറച്ചാൽ ഫ്യൂളൊക്കെ സേവ് ചെയ്യാൻ പറ്റും. Pass the Karman line, leaving the atmosphere and reaching space. Okay, 63. ആദ്യം നമുക്ക് ലോവർ ഓർബിറ്റിൽ എത്തണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെനൂവർ ചെയ്യുന്നത്. ലിക്വിഡ് ഫ്യൂൽ കഴിയാനായി. Cut off liquid fuel. Okay, first stage jettison and second stage light up. Height is 44 kilometers high and our velocity is 95 meters per second. Engine turning off in 5, 4, 3, 2, 1. Off. Okay, off ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ വരെ ടൈം വാർപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ടൈം വാർപ്പ് ചെയ്യാം. ഇവിടെ നിന്നും നമ്മൾ എൻജിൻ ഓൺ ആക്കും. ഇത് കാരണം നമ്മളുടെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്ത് കണ്ടതാ. നമ്മുടെ ലാൻഡിങ് സ്ഥലം കുറച്ചുകൂടി കൂടുകയാണ്. Why not working? Oh no. We have to abort mission. Oh no, ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് മിഷൻ അബോർട്ട് ചെയ്യണമല്ലോ. Go.
no. Go. Hi, but oh no. Not working. We're falling back to earth. Oh no. Come on, baby. Come on. I'm counting on you, second stage. Oh. എല്ലാ പ്രതീക്ഷയും പോയി. കാർബൺ ലൈനിൻ്റെ അടുത്തെത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് അബോർട്ട് മിഷൻ ചെയ്യാം. നമ്മളെ സ്പീഡ് കുറച്ച് കണ്ട് ഓക്കെ നമ്മൾ ലാൻഡിങ് സൈറ്റ് കുറച്ചുകൂടി അടുത്തെത്തുകയാണ്. യെസ് and off. Jettison. Second stage jettison. Third stage jettison. First stage jettison. Clear space degree. Oh wait. Oh no. Oh no. Speed. No speed. Okay. And then destroy. Okay. നമ്മൾ എർത്തിൻ്റെ ലോ അറ്റ്മോസ്ഫിയർ എത്താനായി അതിനു മുമ്പ് നമ്മളെ എല്ലാ സ്പേസ് ഡിബറിയും ഓക്കെ ഡിസ്ട്രോയ്. നമ്മൾ റീ എൻട്രി ചെയ്യുകയാണ്. ഓ നോ ഗോ. നമ്മൾ ചൂട് നല്ല കൂടുണ്ട്. നമ്മൾ ഹീറ്റാണ് 100 200 300 കുറേ പറഞ്ഞു. ബാക്കിയുള്ള റോക്കറ്റുകളൊക്കെ പൊട്ടിത്തെറിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത് ഹീറ്റ് ഷീൽഡ് ഉണ്ട്. ബാക്കിയുള്ള ഇതിനൊന്നും ഹീറ്റ് ഷീൽഡ് ഇല്ല. പക്ഷെ ഒരു ചോദ്യം, ഞാൻ ഓഫ് ക്യാമറ ഒക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ മിഷനും ഇങ്ങനെ അബോർട്ട് ചെയ്യണം. We are ascending and our velocity is slowing down from 200 meters to 180 meters per second. Our height is decreasing fast, like 3,500 meters high, and also heat shield jettison. നമ്മളൊരു parachute deploy. Parachute half deployed. അങ്ങനെ ലാൻഡ് ചെയ്യുമ്പോൾ നിങ്ങളെ കാണാം. അപ്പോൾ ഗൈസ് ഞാൻ ലാൻഡ് ആയിട്ടില്ല, പക്ഷെ നമ്മൾ ഹീറ്റ് ഷീൽഡ് സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം. നമ്മൾ 200 meters off the surface and our velocity is 6 meters per second. നമ്മൾ എത്താനായി. We're 130 meters above surface and 100 meters off the surface, 90 meters, 80 meters, 70 meters, and 50 meters off the surface and 10 meters off the surface. We have landed. Recover, challenges cancel, continue. ഗൈസ്, അപ്പോൾ അത് വർക്ക് ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് അപ്രോച്ച് പറഞ്ഞാൽ നമ്മൾ മൂണിലേക്ക് പോവുകയാണ്. മൂണിൽ ഞാൻ ലാസ്റ്റ് ഒരു റോവറിനെ ലാൻഡ് ചെയ്യാൻ നോക്കിയിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യവും
മൂണിൽ ക്രാഷായി. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം നമുക്കൊന്ന് ഒരു പ്രശ്നം പറ്റാതെ പോവാൻ ഓ 1 second. 6 feet wide. ഫ്യൂൽ ടാങ്ക്സ്. ഇത് എത്ര വലിപ്പമുള്ള ഫ്യൂൽ ടാങ്കാണ്. അതിനേക്കാളും നല്ലതേ ഇതാണ്. ഓക്കെ. 1 2 3. ഓക്കെ, ഇത് നല്ല വലുതാണ്. നമുക്ക് നമ്മളെ ക്രൂ ക്യാപ്സൽ എടുക്കാം. ഓ യെസ്, ഇറ്റ്സ് വെരി ബിഗ്. നമുക്ക് ക്രൂ ക്യാപ്സൽ ഇവിടെ ശരിയാക്കി വെക്കാം. നമുക്ക് ഇപ്പോൾ എന്താണ് ചന്ദ്രനിലേക്ക് തന്നെ പോവാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത്ര മതി എന്ന് തോന്നുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. സാറ്റൻ 5 നമ്മൾ റീക്രിയേറ്റ് ആക്കുകയാണ്. എന്നിട്ട് നമ്മൾ സ്റ്റേജിങ് എടുക്കാം. ഓക്കെ, സ്റ്റേജിങ്. നൗ ടൈം ഫോർ സെക്കൻഡ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് കുറച്ചും കൂടി ചെറുതാക്കാം. അപ്പോൾ ബേസിക്സിലേക്ക് പോയതിൻ്റെ ശേഷം 1 2 1 2 3. നമ്മൾ എൻജിൻ വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് ഡിസ്കാർഡ് ചെയ്ത് കാണ്ടേ 6 വൈഡ് എടുത്ത് കാണ്ടേ. ആൻഡ് ഇതത് പീസ് തന്നെയാണോ? അല്ല, കുറച്ചുകൂടി ചെറുതാണ്. അപ്പോൾ ആദ്യം നമ്മളുടെ എൻജിൻ വെക്കണം. നോ, ആയിട്ടില്ല. ഓക്കെ, ബേസിക്സ് എടുത്ത് കാണ്ടേ. ഇതുകൊണ്ട് നമ്മളിപ്പോൾ സ്പേസിലൊക്കെ എത്തും. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ചെറിയ റോക്കറ്റ് എടുക്കാം. ഓക്കെ, 2 റോക്കറ്റ് വേണം. ഓക്കെ, ഇനി നമ്മളെ ഇത് ഇവിടെ വെച്ചതിൻ്റെ ആൻഡ് ഞാൻ കുറച്ചൊന്ന് ഡിസൈനും ബിൽഡിങ്ങും ഒന്നുകൂടി ചെയ്തിട്ട്. അപ്പോൾ ഗായ്സ്, സെക്കൻഡ് സ്റ്റേജ് ഇതാണ്. അപ്പോൾ ഇത് ഹോപ്പ്ഫുള്ളി വർക്ക് ചെയ്യും എന്ന് നമുക്ക് ഇപ്പോൾ പറയാം. ആൻഡ് ടൈം ഫോർ ഫൈനലി ദ തേർഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ആദ്യം സ്റ്റേജിങ് കഴിഞ്ഞ ശേഷം നമുക്ക് ഇനി ലാൻഡർ ഉണ്ടാക്കണം. ഇതാണ് നമ്മളെ ക്രൂ ക്യാപ്സൽ. സോ വി നീഡ് ടു മേക്ക് എ ലാൻഡർ that can land on the moon. ഓക്കെ, ഇതാവൂല. അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റേജിങ് വെച്ചതിൻ്റെ ശേഷം 1 and this എന്നിട്ട് നമുക്ക് ലാൻഡിങ് റോക്കറ്റ് ആൻഡ് ലാൻഡിങ് ലെഗ്സ് ഇതിങ്ങനെ വെച്ചതിൻ്റെ ശേഷം ഇത് സൈഡിലേക്ക് ആക്കാം. ഓക്കെ, ബട്ട് ഐ തിങ്ക് സംതിങ് ഈസ് സ്റ്റിൽ മിസ്സിങ്. ഇത് നമുക്ക് പറ്റുമെന്ന് തോന്നുന്നു. അതല്ല. അപ്പോൾ ഇത് നമുക്ക് ഓർബിറ്റിലേക്ക് എത്തും. ഇത് ഓർബിറ്റിൽ നിന്നും ചന്ദ്രനിലേക്ക് ആക്കും. പിന്നെ ചന്ദ്രനിൽ നിന്നും ഇത് ചന്ദ്രനിൽ ലാൻഡ് ചെയ്യും. അപ്പോൾ തിരിച്ചു വരാൻ ഇതെന്നെ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ രണ്ടാമത്തെ ഒരു ഇത് വെക്കാം, ജസ്റ്റ് ഇൻ കേസ്. ഓക്കെ, നൗ ഒരു മിനിറ്റ്, ഇവിടെ രണ്ടോ അല്ല വേണ്ട. ഓക്കെ, ഇനി നമുക്ക് ഇതിർത്തിൻ്റെ ശേഷം ഇത് നമ്മളുടെ റീമേക്ക് സാറ്റൻ 5ലേക്ക് വെക്കാം.
അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാം. ഓക്കെ അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ഡിസൈൻ. അപ്പോൾ നമ്മൾക്ക് ലോഞ്ച് ചെയ്യാം. 1 year rocket is too heavy to launch. Thrust is rocket too heavy ആണ്. അപ്പോൾ അത് കാരണം come on man, come on. അപ്പോൾ അത് കാരണം നമ്മൾക്ക് ബേസിക്സിലേക്ക് തന്നെ പോയതിന് ശേഷം ഈ സൈഡ് സ്റ്റേജിങ് എടുത്തതിന് ശേഷം ചെറിയ 2 ബൂസ്റ്ററുകൾ വെക്കാം. ഓക്കെ അപ്പോൾ എൻജിൻ ഇവിടെ okay, remember guys, this is a makeshift version of the actual Saturn V. Saturn 5ൻ്റെ അതേമാതിരി എന്താണ് ബിഹേവ് ചെയ്യില്ല. എയറോഡൈനാമിക്സ് വേണം. ഈ എയറോഡൈനാമിക് അല്ല, ഈ എയറോഡൈനാമിക്. യെസ് ആൻഡ് നമുക്ക് ഇതിനൊരിതും കൂടി വേണം. ഓക്കെ ബേസിക്സ് തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു പവർഫുൾ എൻജിൻ കൂടി വെക്കണം. I'm so stupid. Sorry guys for the why am I so stupid like this? Okay, no, yes, okay, trust. too much trust ആവോ? നമുക്കിപ്പോൾ ട്രസ്റ്റ് ഓക്കെ ബേസിക്സ് എടുത്തുകൊണ്ട് നോ അപ്പോൾ കുറച്ച് ബ്രെയിൻ സ്റ്റോർമിങ്ങിന് വേണ്ടി കാത്തുക്കും. അപ്പോൾ ഗൈസ് അങ്ങനെ കുറച്ച് എന്താണ് പരിപാടികളുടെ ശേഷം അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഈ എൻജിനൊക്കെ പ്രീ ഓൺ ചെയ്യാം. 5 4 3 2 1. ഓക്കെ ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. Oh my god. ഓക്കെ ഇതാണ് നമ്മളെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഈ ബൂസ്റ്റർ കുറച്ചുകൂടി ചെറുതാക്കി. അപ്പോൾ നമുക്ക് കൂടുതൽ ലിഫ്റ്റ് കിട്ടും. അപ്പോൾ 5 4 ഓക്കെ 5 4 3 2 1. We have lift off for the man on the moon. Okay, നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞ പ്രാവശ്യങ്ങളാണ് പ്രോഗ്രസ് ഉണ്ടാക്കുന്നുണ്ട്. അതല്ല kilometer altitude. Okay, നമ്മൾ
Okay. Jettisoned. First stage jettisoned. Second stage fire up. ഓക്കെ, ഇനിയും നമുക്ക് ഒരു 86% ട്രസ്റ്റ് മതി. നമുക്ക് കുറച്ച് ഫ്യൂൾ സേവ് ആക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ 31 കിലോമീറ്റർ ഹൈറ്റിലെത്തിയിട്ടുണ്ട്. 31 കിലോമീറ്റർ അല്ല, 31 കിലോമീറ്റർ നമ്മൾ എത്തും. നമുക്കൊന്ന് ഫുൾ ട്രസ്റ്റിലാക്കാം ഒരു 5 സെക്കൻഡ്. ഓക്കെ, ഫുൾ ട്രസ്റ്റ് ഒരു 5 സെക്കൻഡിലാക്കി. നമുക്ക് 85ലേക്ക് ആക്കാം. ഓക്കെ, നമ്മൾ എവിടെ എത്തി? ഫസ്റ്റ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ സ്പേസിലെത്തി. അപ്പോൾ നമുക്ക് എൻജിൻ ഇപ്പോൾ കുറച്ച് നേരത്തിന് ഓഫ് ആക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ കുറച്ച് നടുവിലെത്തുമ്പോൾ നമ്മൾ എന്താണ്, ഓക്കെ 5 4 3 2 1. ഇനി ഇതും ഫെയിലറാ. ഓ നോ, പ്ലീസ് ഡോണ്ട് ബി എ ഫെയിലിയർ, പ്ലീസ് ഡോണ്ട് ബി എ ഫെയിലിയർ. അതല്ല, ഒരു മിനിറ്റ്, അത് ശരിയാണ്. മെല്ല. പിന്നെ ഞാൻ ഒരു സാറ്റലൈറ്റിന് എന്താണ് വിട്ടിരുന്നു, അതിപ്പോഴും ഫ്ലൈറ്റിലാണ്. ഓനോ, നമ്മൾ ഫോൾ ഡൗൺ ആവുന്നുണ്ട്. നോ 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 ഗോ 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 ഓ നോ ഗൈസ്, നമ്മൾ ട്രബിൾ ആയിട്ടുണ്ട്. കാരണം നമ്മൾ കാർബൺ ലൈൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, ജെറ്റ്സൺ. ഓ നോ, ടേൺ ഓഫ് 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 ഓഫ്. ഓ നോ, ഓ നോ ഗൈസ്. Oh no. Oh no. Oh no. Okay, guys. Oh no, നമ്മുടെ ഹിഷിൽഡ്. No 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 no. Come on, come on, Jetson baby. Oh no. Oh no, ഞാൻ ഹിഷിൽഡ് അറിയാതെ പൊടിച്ചേ. No 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 no. നമ്മൾ മെച്ച്. ക്യാപ്സൂൾ നല്ല ഹീറ്റായി വരുന്നുണ്ട്. നമ്മൾ ഹീറ്റ് ഷീൽഡ് പോയിട്ടുണ്ട്. അപ്പോൾ so say goodbye to the astronaut. That everybody salute. No, failure cause build. ഓക്കെ, നമുക്ക് 3 പറ്റിയില്ല. അങ്ങനെ ഇന്നത്തെ ഇന്നത്തൊക്കെ കുറേ ഫെയിലിയർ ആയിരുന്നു. പിന്നെ ഇപ്പോൾ കുറേ നേരമായി, അതുകൊണ്ട് നിങ്ങൾ കുറേ നേരം വീഡിയോ കാണണം എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉണ്ടാക്കാണ്. പക്ഷേ താങ്ക്ഫുള്ളി ഞാൻ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ട് ഒരു സാറ്റലൈറ്റേക്ക് വിടുന്നുണ്ട്. ഞാൻ എങ്ങനെ ഇന്ന് കാണിച്ചു തരാം. പിന്നെ വേണമെങ്കിൽ ഒരു ട്യൂട്ടോറിയലും ഞാൻ ഉണ്ടാക്കാം. അപ്പോൾ താങ്ക് യു ഗൈസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.